അമേരിക്കയിൽ ജീവിക്കുമ്പോൾ കോടതി, പോലീസ് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നത് ഏറ്റവും ബുദ്ധിപൂർവമായൊരു കാര്യമാണ്. ഇപ്പോൾ ഈ പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ മേശക്കടിയിൽ കൂടി ഇത്തിരി കാശ് കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നതനെ കൊണ്ട് ശുപാർശ പറയിക്കുക, ഇതൊന്നും പറഞ്ഞാൽ ഇവിടെ നടന്നു എന്ന് വരില്ല. അവർ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നടപടി എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എടുത്തത് തന്നെ പിന്നെ കോടതി പോകണം. അപ്പോൾ ഇനി കോടതി ഏതെങ്കിലും ഒരു കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശിക്ഷയ്ക്കെതിരെ അപ്പീൽ പോവുക, അതിൻ്റെ മുകളിൽ പിന്നെ അപ്പീൽ പോവുക, ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല അമേരിക്കയിൽ. കാരണം ഈ കോടതി സംവിധാനവും പോലീസ് സംവിധാനവും ഒക്കെ ഓരോ തരത്തിലാണ് ഓരോ തട്ടിലും ഓരോ തരം സംവിധാനങ്ങളാണ്, ഓരോ സ്റ്റേറ്റിലും അതുപോലെ തന്നെ ഓരോ കൗണ്ടിയിലും ഓരോ തലത്തിൽ. നേരെ മറിച്ച് ഇന്ത്യയിൽ താഴെ തട്ട് മുതൽ മുകളിൽ വരെ സുപ്രീം കോടതി വരെ ഒരൊറ്റ സംവിധാനമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇപ്പം ന്യൂയോർക്ക് സിറ്റിയിലെ പോലീസ് വ്യത്യസ്തമാണ്. നേരെ മറിച്ച് സ്റ്റേറ്റിൻ്റെ പോലീസ് വേറെ ഉണ്ട്, FBI ഫെഡറൽ പോലീസ് വേറെയുണ്ട്, അത് FBI. അപ്പോൾ ഇങ്ങനെ പലതട്ടിലുള്ള പോലീസുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോടതികൾ, ഈ കൗണ്ടി കോടതികൾ, സ്റ്റേറ്റിൻ്റെ കോടതികൾ, പിന്നെ ഫെഡറൽ കോടതികൾ, ഇങ്ങനെ പലതരം കോടതികൾ. അപ്പോൾ ഇതെല്ലാം മാറി മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക എന്ന് പറയുന്നത് ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല. അപ്പോൾ ഒരിക്കൽ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ശിക്ഷ അത് ഇല്ലാതാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അല്ലെ ട്രംപിനെ പോലെ. ഇപ്പോൾ ട്രംപിനെതിരെ 34 കൗണ്ടിൻ്റെ ഫെലണി ചാർജ് ഉണ്ടായിരുന്നു, അത് റദ്ദാക്കപ്പെട്ടു. അതുപോലെ തന്നെ 450 മില്യൺ പിഴയുണ്ടായിരുന്നു, അതും റദ്ദാക്കപ്പെട്ടു. അപ്പോൾ ഈ 450 മില്യണൊക്കെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെ 34 മില്യന് 34 കൗണ്ട് ഫെലണി ചാർജിന് ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതും ഇത്തിരി കടുങ്കട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ആ 34 ചാർജ് വരുന്നത് ഈ ട്രംപ് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ ഈട് വെച്ച സ്ഥാപനങ്ങൾക്കെല്ലാം വില കൂട്ടിക്കാണിച്ചുവെന്ന്, അതിൻ്റെ മൂല്യം കൂട്ടിക്കാണിച്ചുവെന്ന്. അതിപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അത് പക്ഷേ നമ്മൾ മൂല്യം കൂട്ടിക്കാണിച്ചതുകൊണ്ട് ബാങ്ക് നമുക്ക് ലോൺ തരണമെന്നില്ല, അവർ അസസ് ചെയ്തിട്ടാണ് നമുക്ക് ലോൺ തരുന്നത്. എന്ന് മാത്രമല്ല ട്രംപ് ആ പൈസ എല്ലാം അടച്ചു തീർത്തതുമാണ്, ആർക്കും ഒരു ദോഷവും വന്നിട്ടുമില്ല. എന്നിട്ടും അതിൻ്റെ പേരിൽ ഈ 34 കൗണ്ട് ശിക്ഷിക്കപ്പെടാനും ഇത്രയും പിഴ ശിക്ഷ വിധിക്കാനും ഒക്കെ ഇടയായി എന്ന് പറയുന്നത് അതും ശരിയായ ഒരു കാര്യമല്ല. അപ്പോൾ അത് അപ്പീൽ കോടതിയിൽ തള്ളപ്പെട്ടു. എത്ര പേർക്ക് അപ്പീൽ പോകാൻ പറ്റും? അതുപോലെ ഇനിയിപ്പോൾ ആകപ്പാടെ ട്രംപിനെതിരെ ഒരു കേസ് കിടപ്പുണ്ട്. ആ എഴുത്തുകാരി ജീൻ കരാൾ കൊടുത്ത കേസ്, അത് അവർക്ക് 5 മില്യൺ, അവർ 5 ലക്ഷം 5 മില്യൺ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വിധിച്ചു. അതിനെതിരെ ട്രംപ് എന്തോ പറഞ്ഞതിന് പിന്നെയും മാനനഷ്ട കേസിന് എന്തോ 80 മില്യൺ പിന്നെയും കൊടുക്കണം. അപ്പോൾ അതിന് ഒരു അപ്പീൽ പോയിരിക്കുന്നു. ഇപ്പോൾ പ്രസിഡൻ്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ അപ്പീലെല്ലാം പ്രസിഡന്റ് വിജയിക്കാനുള്ള സാധ്യത ഉറപ്പാണല്ലോ. അപ്പോൾ ഇതെല്ലാം പറയുന്നത് ഇപ്പം ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു വിധിയാണ്. ആ വിധിയിൽ ഈ ടെക്സസിൽ 6 കുടുംബം ഇന്ത്യക്കാർ, 6 ഇന്ത്യക്കാർ, 7 പേരുണ്ടായിരുന്നു, 6 പേര് തൽക്ഷണം കൊല്ലപ്പെട്ടു. 17 വയസ്സുള്ള ഒരു പയ്യൻ കഞ്ചാവും അതുപോലുള്ള സാധനങ്ങളെല്ലാം അടിച്ചിട്ട് അവൻ്റെ ട്രക്കും കൊണ്ട് പോയതാണ്. ട്രക്ക് എതിരെ വന്ന വണ്ടിക്കിട്ട് ഒഡീസി വാനിട്ട് ഇടിച്ചു കയറി. അതിലുണ്ടായിരുന്ന 7 പേരിൽ 6 പേരും മരിച്ചു. ഒരാൾ ജീവച്ഛവമായിട്ട് ഇപ്പോഴും കിടക്കുന്നത്. 2 വർഷം മുമ്പാണ് സംഭവം. എല്ലാവരും ഇന്ത്യക്കാർ, എല്ലാവരും ആന്ധ്രയിൽ നിന്നോ തെലുങ്കാനയിൽ നിന്നോ വന്നവർ. അപ്പോൾ അന്ന് 17 വയസ്സുള്ള പയ്യനാണ്. അവൻ്റെ പേര് ലൂക്ക് ഗാരറ്റ് റസേക്കർ. ഇന്നിപ്പോൾ 19 വയസ്സുണ്ട്. അവനെ കോടതി 65 വർഷത്തേക്ക് ശിക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഓരോ മരിച്ചവർക്കും ജസ്റ്റിസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി വിധി പ്രഖ്യാപിച്ചത്. വാസ്തവം പറഞ്ഞാൽ ഈ മരിച്ചവർ ഈ ഒരാൾ ജീവച്ഛവമായി കിടക്കുന്നു. അതുപോലെ തന്നെ ഇവൻ്റെ കൂടെ ട്രക്കിലുണ്ടായിരുന്ന ഒരു പയ്യൻ, അവനും ജീവച്ഛവമായിട്ടൊക്കെ കിടക്കുന്നു. അവനും തലയ്ക്കെല്ലാം മാരകമായ പരിക്ക് പറ്റി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരാൾ ചെയ്ത തെറ്റിന് എത്ര പേരാണ് ശിക്ഷ അനുഭവിക്കുന്നത്, എത്ര കുടുംബങ്ങളാണ് തകർന്നത്. അപ്പോൾ അതിന് അർഹമായ ഒരു ശിക്ഷയാണ് 65 വർഷം എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ രണ്ടാമതൊരു കാര്യം, അപകടം നടന്നത് മനഃപൂർവ്വമല്ല, നമ്മളാരും വിചാരിക്കുന്ന കാര്യങ്ങളല്ല. ഇങ്ങനെയുള്ള കാര്യത്തിൽ കുറച്ചൊരു വിധിയും ഒക്കെ ഉണ്ടല്ലോ, ദൈവനിശ്ചയം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവനെ 65 വർഷം വിട്ടതുകൊണ്ട് ആർക്ക് എന്ത് ഗുണം? 65 വർഷം ഇവൻ അവിടെ കിടന്ന് തിരിച്ചിറങ്ങി വന്നിട്ട് പിന്നെയും കഞ്ചാവ് അടിച്ച് പിന്നെയും പ്രശ്നം ഉണ്ടാക്കാതിരിക്കും ഒരുപക്ഷെ. 65 വർഷം എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ് തലത്തിലുള്ള ജയിലുകളിലൊക്കെ ആണെങ്കിൽ ഒരു 40 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങി പോരാൻ പറ്റും. നേരെ മറിച്ച് ഫെഡറൽ പ്രിസൺ ആണെങ്കിൽ അവിടെ കിടക്കുകയും ചെയ്യേണ്ടി വരും. ഇപ്പം ആനന്ദ് ജോണിൻ്റെ കാര്യം നമ്മൾ ഓർക്കുന്നുണ്ട്. 59 വർഷമാണ് ശിക്ഷിച്ചത്. വാസ്തവം പറഞ്ഞാൽ ഈ 59 വർഷമൊക്കെ ശിക്ഷിക്കാനുള്ള ഒരു കുറ്റം ആനന്ദ് ജോൺ ചെയ്തിരുന്നു എന്ന് പറയാനായിട്ട് പറ്റില്ല. 12 സ്ത്രീകൾ, പ്രത്യേകിച്ച് വെളുത്ത വർഗ്ഗക്കാരായ സ്ത്രീകൾ ആക്ഷേപവുമായിട്ട് വന്നു. 12 പേരൊക്കെ വരുമ്പം കോടതി ഇവൻ ഇതാണ് പരിപാടി, ഇവനിങ്ങനെ സ്ത്രീകളെ പറ്റിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്
എന്ന് പറഞ്ഞാണ് എന്ന് പിന്നെ പിന്നെ നിസ്സംശയം ചിന്തിക്കും. അങ്ങനെയാണ് 59 വർഷം ശിക്ഷ കിട്ടുന്നത്. അപ്പോൾ ഇപ്പോഴും പിന്നെ അന്ന് അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്, 2006 മറ്റോ പിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിനുശേഷം പിന്നീട് പുറം ലോകം കണ്ടിട്ടില്ല. പിന്നീട് ഒരിക്കൽ പിന്നെ ന്യൂയോർക്കിലെ ജയിലിലായിരുന്നപ്പോൾ റൈക്കേഴ്സ് ഐലൻഡ് എന്ന് പറഞ്ഞ് അവിടെ ഞാനും തോമസ് ഗോൾഡൂരും കൂടെ പോയി കാണുകയുണ്ടായി. അതിനുശേഷം അയാളെ പിന്നെ ജയിലിലുള്ളവർ ആക്രമിക്കുകയൊക്കെ ചെയ്ത് അതിനെതിരെയും കേസൊക്കെ ഉണ്ടായിരുന്നത് കാലിഫോർണിയയിൽ. എങ്ങനെയായാലും ജീവിതം പാഴായി പോവുകയാണ് ചെയ്തത്. അയാളുടെ ജീവിതം പോയി, അയാളുടെ കൂടെയുള്ളവരുടെ, അയാളുടെ സഹോദരിയുടെയും അമ്മയുടെയൊക്കെ അവരുടെയൊക്കെ ജീവിതം വിഷമത്തിലാവുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നോക്കണം, മറ്റുള്ളവരെ അതെങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കണം. 2 വട്ടവും 3 വട്ടവും ആലോചിക്കണം. മറ്റുള്ളവരെ ദോഷകരമായിട്ട് ബാധിക്കുമെങ്കിൽ നമ്മൾ ആ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കണം. നമ്മളെ മാത്രമേ ഉള്ളൂ, പിന്നെ നമ്മൾ മാത്രം അനുഭവിച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നു. അപ്പോൾ ഈ 65 വർഷം അതിക്ക് കിട്ടി അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പിന്നെ നന്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, ടെക്സസിൽ ഈ 9/11 കഴിഞ്ഞ ഉടനെ ഒരുത്തൻ പിന്നെ പ്രാന്ത് പിടിച്ച ഒരുത്തൻ പോയി ഒരു ഇന്ത്യക്കാരനെ, ഒരു കടയുടമയെ പിന്നെ പോയി വെടിവെച്ച് കൊന്നു. അവൻ്റെ വിചാരം കാരണം അവൻ അമേരിക്കയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയാണ്. ഈ കടയുടമ അവൻ പിന്നെ ഈ 9/11 ബന്ധപ്പെട്ട ആളാണ്, അഫ്ഗാനുമായിട്ടോ അല്ലെങ്കിൽ ഈ തീവ്രവാദികളൊക്കെ ആയിട്ടോ ബന്ധപ്പെട്ട ഒരാളാണെന്നും പറഞ്ഞൊരു ഏതോ ഒരു പട്ടേൽ, ആ പേര് ഞാനിപ്പം മറന്നുപോയി, അയാളെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. വാസ്തവം പറഞ്ഞാൽ അതിലൊരു സങ്കടം തോന്നിപ്പോയി. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അയാളൊരു ദേശഭക്തി കൊണ്ട് ചെയ്തതാണ്, അതുപോലെ തന്നെ വിവരദോഷം കൊണ്ട് ചെയ്തതാണ്, അല്ലാതെ ഒരു വൈരാഗ്യം കൊണ്ടോ ഒന്നും ചെയ്തതല്ല. അപ്പം അങ്ങനെ ഒരാളെ തൂക്കിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതും ഇത്തിരി കടുങ്കൈയാണ്. അപ്പം പല കാര്യങ്ങൾക്കും ചെറിയ കുറ്റങ്ങൾക്ക് വലിയ ശിക്ഷ കൊടുക്കുന്ന ഒരു സ്ഥിതി അമേരിക്കയിൽ കാണാറുണ്ട്. ഈ ചിലത് ഇപ്പോൾ ആനന്ദ് ജോണിന് 5 വർഷം ശിക്ഷിച്ചാലും 59 വർഷം ശിക്ഷിച്ചാലും ഒരുപോലെയാണ്. കാരണം 5 വർഷം ശിക്ഷിച്ചാൽ മതി, പിന്നീട് ഒരിക്കലും അയാളുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഒരു തെറ്റോ കുറ്റങ്ങളോ ചെയ്യുകയില്ല. അപ്പോൾ അയാൾ മാനസാന്തരപ്പെടുകയും മാറുകയും ചെയ്യുമെങ്കിൽ അതല്ലേ പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ അയാൾ ആജീവനാന്തകാലം തടവിലടച്ച് പീഡിപ്പിച്ചുകൊണ്ട് ആരെന്ത് നേടാൻ പോകുന്നു? അതുപോലെയാണ് ഈ പയ്യൻ്റെ കാര്യമെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. പക്ഷേ ഇവിടുത്തെ സിസ്റ്റം ഇതാണ്. ഒരിക്കൽ ആ സിസ്റ്റത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുക എളുപ്പമല്ല. അതാ നമ്മുടെ ആ പ്രസിദ്ധമായ ചൊല്ലുണ്ട്, ഈ നിയമം 8 വല പോലെയാണ്. ആ 8 വല ഈ ചെറിയ ജീവികളൊക്കെ അതിൽ കുടുങ്ങും, ഈ വലിയ ജീവികൾ 8 വല പൊട്ടിച്ചങ്ങ് പോകും, അവർക്ക് പ്രശ്നമില്ല. അപ്പം ഇപ്പം നമ്മളത് കാണുന്നുണ്ട്. ഇപ്പോൾ പലവിധ ആരോപണങ്ങൾക്ക് വിധേയരായ ആളുകളെയെല്ലാം പിന്നെ പ്രസിഡന്റ് ട്രംപ് പിന്നെ മാപ്പ് കൊടുത്ത് പിന്നെ ഇറക്കി വിടുന്നു. ജൂലിയാനിയും മറിച്ചവരും ഈ ജനുവരി 6 പിന്നെ കോൺഗ്രസിന് പിന്നെ അവിടെ ക്യാപിറ്റോൾ ഹില്ലിൽ ആക്രമണം നടത്തിയവരും എല്ലാം പിന്നെ കുറ്റവിമുക്തരായി ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ അങ്ങനെ കരുത്തരും ശക്തിയുള്ളവരും രക്ഷപ്പെട്ടു പോകുന്നു. അല്ലാത്ത പാവങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ 500 രൂപ ജാമ്യം കൊടുക്കാനില്ലാതെ പിന്നെ ജയിലിൽ കിടക്കുന്നവരുണ്ട്. അപ്പോൾ അതിനെതിരെ പിന്നെ അങ്ങനെ പിന്നെ ഈ പണത്തിൻ്റെ ജാമ്യം വേണ്ടാന്ന് പറഞ്ഞ് ന്യൂയോർക്ക് സിറ്റി ഒരു പിന്നെ തീരുമാനമെടുത്തു. അപ്പോൾ അതുകൊണ്ട് ആളുകൾ പണം വേണ്ട, ആരെങ്കിലും ജാമ്യം എടുത്താൽ മതി, അല്ലെങ്കിൽ സ്വന്തം ജാമ്യത്തിൽ ഇങ്ങനെ പുറത്തിറങ്ങുന്നു. അവർ പുറത്തോട്ടിറങ്ങിയിട്ട് വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ പണം കൊടുത്തുള്ള ജാമ്യം തിരിച്ചു കൊണ്ടുവരണമെന്നാണ് പല വിഭാഗം ആളുകളും ശക്തമായിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പം അതിന് ഈ പണം കൊടുത്തല്ലാതെ ഒരു ആൾ ജാമ്യത്തിൻ്റെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് അതായിരിക്കും കുറച്ച് നല്ലത്. പക്ഷേ ഇവിടെ അത് ദോഷഫലങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഓരോ രാജ്യത്തും ഓരോ സംസ്കാരത്തിലും ഓരോ വ്യത്യാസം വരുന്നു. ഇനി ഇതിനോടൊപ്പം ഇന്ന് കണ്ട ഏറ്റവും തമാശയുള്ള ഒരു വാർത്ത ഇവിടെ കണ്ട്, ഈ ചിക്കാഗോ മേയർ ബ്രാൻഡൻ ജോൺസൺ അദ്ദേഹം ഐക്യരാഷ്ട്രസഭയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഐക്യരാഷ്ട്രസഭയുടെ നമ്മുടെ UN-ൻ്റെ പിന്നെ ഈ ഹ്യൂമൻ റൈറ്റ്സ് പിന്നെ കമ്മീഷൻ, അവരുടെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ, അവർ ആളുകളെ വിട്ട് പിന്നെ ചിക്കാഗോയിൽ നടക്കുന്ന ഈ ഇമിഗ്രേഷൻ അറസ്റ്റും അതുപോലെ തന്നെ ഇമിഗ്രേഷൻകാർ കാണിക്കുന്ന ആ ക്രൂരതകൾ അതിനെപ്പറ്റി പഠിക്കുകയും അതിനെപ്പറ്റി പിന്നെ നടപടിയെടുക്കണം എന്ന് പറഞ്ഞ് അതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് എടുക്കണം, നടപടി പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അപ്രോച്ച് ചെയ്തു. എന്തായാലും അതിനെതിരെ ട്രംപ് ഭരണകൂടം പിന്നെ ഈ മേയർക്കെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നു. അവർ പറയുന്നത് ചിക്കാഗോയിൽ അനുദിനം നിരവധി പേര് കൊല്ലപ്പെടുന്നു, അത് തടയാനായിട്ട് കഴിയുന്നില്ല. പിന്നെ ഈ ഇമിഗ്രേഷൻ റെയ്ഡും അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകൾ, അവരെ പിടികൂടുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് പിന്നെ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഈ ഇമിഗ്രേഷൻ പിന്നെ വക്താവിൻ്റെ പിന്നെ അഭിപ്രായം. എന്തായാലും ഈ ആളുകളെ ഓടിച്ചിട്ട് പിടിക്കുക, സ്കൂളിൽ കയറി അറസ്റ്റ് ചെയ്യുക, പള്ളിയിൽ കയറി അറസ്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അമേരിക്കയ്ക്ക് ഭൂഷണമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ കൂടെ വായിക്കേണ്ടത് ഈ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിൽ നിന്ന് ഏതായാലും പിന്നെ അമേരിക്ക പിൻവാങ്ങി അതിൽ നിന്ന് ആ അംഗത്വം ഉപേക്ഷിച്ച് കളഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ നമ്മൾ ഉത്തരവൊന്നും പറയേണ്ടതില്ല എന്ന് മാത്രമല്ല
അത് വൺ സൈഡഡ് ആയിട്ടുള്ളൊരു സ്ഥാപനമാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇന്ത്യക്കെതിരെയും മറ്റും നമ്മുടെ റിലീജിയസ് കമ്മീഷൻ തീരുമാനം എടുക്കുമ്പോൾ ഇന്ത്യ ഇത് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ പിന്നെ ഈ കാര്യങ്ങളൊന്നും പഠിക്കാതെയും വൺ സൈഡഡ് ആയിട്ടും ആണ് തീരുമാനം എടുക്കുന്നതെന്ന് പിന്നെ ഇന്ത്യയും പിന്നെ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ എന്താണ് നമുക്കൊരു അഭിപ്രായം പറയാനായി ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊരു അഭിപ്രായത്തിലെത്താൻ നമുക്ക് കഴിയാതെ വരുന്നു.